ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുത്തങ്ങയിൽ പോയി ഒരു ഫോറസ്റ്റ് സഫാരി എടുക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പം മസിനഗുഡി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ മുത്തങ്ങയിലേക്ക് വന്നത്. മസിനഗുഡിയിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയാത്തതുകൊണ്ടാണ് ഇത്തവണ മുത്തങ്ങയിലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. നമ്മൾ മസിനഗുഡി എല്ലാം കറങ്ങി ബന്ദിപ്പൂരും വന്ന് അവിടെ നിന്ന് നേരെ ഗുണ്ടൽപേട്ട് വഴിയാണ് മുത്തങ്ങയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന കാഴ്ച നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. കുറച്ച് ചേച്ചിമാർ കാറ്റിൻ്റെ സഹായത്തോടുകൂടി തന്നെ കുറച്ച് വിത്തെല്ലാം വേർതിരിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് വിത്തെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു ധാന്യമാണ്, പരിപ്പോ പയറോ ഒക്കെ പോലത്തെ എന്തോ ഒരു ഐറ്റമാണ്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാമ്പാർ എന്നൊക്കെയാണ് കേട്ടോ. അവിടുത്തെ ഭാഷയിൽ ശരിക്കും കർണാടകയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. എന്തായാലും ഈ ഒരു ഐറ്റം എനിക്കെന്താണെന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ മുന്നോട്ട് പോവുകയാണ്. വേനൽക്കാലം ആയതുകൊണ്ടും ഫോറസ്റ്റ് നല്ല രീതിയിൽ ഡ്രൈ ആയതുകൊണ്ടും നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ കൺട്രോൾ ബേണിംഗ് എല്ലാം കാണാൻ പറ്റും. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കാട്ടുതീ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ കൺട്രോൾ ബേണിംഗ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ യാത്ര പോകുന്ന ടൈമിൽ റോഡിൻ്റെ സൈഡിലൊന്നും അനിമൽസിനെ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പയ്യെ സഫാരി സെൻറ്ററിലെത്തി. ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ബസ്സിലും അതുപോലെ തന്നെ ജീപ്പിലും നമുക്ക് സഫാരി ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പോകുന്നത് ഇന്ന് ഈ കാണുന്ന ജീപ്പിലാണ്. അപ്പോൾ 6 പേർക്ക് വരെയാണ് മാക്സിമം ഈ ഒരു ജീപ്പിൽ പോകാൻ പറ്റുന്നത്. അങ്ങനെ ജീപ്പിൽ കയറി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് ബിൽഡിങ്ങുകളെല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആനക്കളരിയുണ്ട്. അവിടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആനകളെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ആനയില്ലേ, ഇത് ശരിക്കും ഒരു മോഴയാനയാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ വേറൊരു മോഴയാന കൂടി നിൽക്കുന്നുണ്ട്. ആ പുറകിൽ നിൽക്കുന്ന ആന അത്യാവശ്യം കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആന തന്നെയായിരുന്നു. അതിനെ ആനക്കൂട്ടിലിട്ട് പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച മുമ്പാണ് പുറത്തേക്ക് ഇറക്കിയെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആനയെ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഈ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇനി നമുക്ക് സഫാരിക്ക് പോയിട്ട് ആനയെ കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് നമുക്ക് ആനയുടെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങനെ കാടിന് പുറത്തുള്ള ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി കാടിനകത്തേക്ക് ആനയെ തേടി പോവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് ചെറിയ വീടുകളെല്ലാം കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ആണ്. ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് കാട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റൈറ്റ് സൈഡിൽ കണ്ടൊരു ആനയാണ്. ഈ ഒരു ആന ഏതാണെന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന നല്ല ഫേമസ് ആയിട്ടുള്ളൊരു താപ്പാനയാണ്. നമ്മുടെ അരിക്കൊമ്പനെ പൂട്ടാനായിട്ട് പോയ കൂട്ടത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു താപ്പാനയായിരുന്നു. ആള് മതപ്പാടിലായതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റി കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കോന്നി സുരേന്ദ്രൻ്റെ സലാമെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ കാടിനകത്തേക്ക് കയറുവാണ്. ഇവിടുത്തെ കാടിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ എത്രത്തോളം അകത്തേക്ക് കയറി പോയാലും ഈ പോകുന്ന സഫാരി വഴിയെല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു പ്ലാന്റേഷൻ്റെ അകത്തൂടി പോകുന്ന പോലെ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയുടെ 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങൾ തന്നെയാണ് കൂടുതലും. ഈ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചതിൻ്റെ പുറകിലും ഒരു ചെറിയ കഥയുണ്ട്. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് കയറി തുടങ്ങിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മാനുകളാണ്. ഇവിടുത്തെ കാട്ടിൽ സാമ്പാർ ഡിയറിനേക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന സ്പോട്ടഡ് ഡിയറാണ്. പിന്നെ മ്ലാവുകളെ പോലെ മനുഷ്യരെ കാണുമ്പോൾ പെട്ടെന്ന് ഓടിക്കളയാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ നിന്ന് അതിൻ്റെ കാഴ്ചകൾ കാണാനും വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഈ മാനുകളല്ലാതെ പിന്നെ നമ്മൾ കണ്ടൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ഹനുമാൻ ലങ്കൂറാണ്. ഈ ഹനുമാൻ ലങ്കൂറും അതുപോലെ മാനുകളുമാണ് ഇവിടെ നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന 2 ഐറ്റം എന്ന് പറയുന്നത്. ആനകളുടെ സൈറ്റിങ്സ് ഇവിടെ വളരെ കുറവാണെങ്കിലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആനയെ കിട്ടിയിട്ടുണ്ട്. ആനയല്ല, ആനകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും പുറകെ വരുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഭൂരിഭാഗം ഭാഗത്തും ഒരുപാട് യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന ഏരിയ മുഴുവൻ പണ്ട് ഒരു പ്രൈവറ്റ് പാർട്ടി ലീസിന് എടുത്തിരുന്നതാണ്. ഈ പേപ്പറെല്ലാം ഉണ്ടാക്കാനുള്ള പൾപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മരം ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ലീസിൻ്റെ കാലയളവ് കഴിഞ്ഞപ്പോൾ ഈ മരങ്ങളൊന്നും തന്നെ വെട്ടാതെ ഇവിടെ നിന്ന് വളർന്ന് പന്തലിക്കുകയാണ്. ഈ സെയിം മരം നമ്മുടെ വട്ടവടയിലുണ്ട്. വട്ടവടയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഈ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നതും കാടിൻ്റെ ഒരു സ്വാഭാവികത ഈ ഒരു മരം കാരണം ഇല്ലാതാകും എന്നുള്ളതാണ്. നല്ല രീതിയിൽ വെള്ളവും വലിച്ചെടുക്കും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റു മരങ്ങൾക്ക് ഇത് പ്രശ്നക്കാരനുമാണ്.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മരങ്ങൾ നിൽക്കുന്ന കൂട്ടങ്ങളുടെ ഇടയിലൂടെ പോകാനായിട്ടൊരു പ്രത്യേക രസം തന്നെയാണ്. ശരിക്കും നമ്മൾ വട്ടവടയിലേക്ക് പോകുമ്പോൾ വട്ടവടയിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറി തുടങ്ങുമ്പോൾ ഈ മരങ്ങൾ ഒരുപാട് നിൽക്കുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ആ ഒരു വണ്ടിക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഒരുപാട് യൂക്കാലിപ്റ്റസ് മരങ്ങളും അതിൻ്റെ നടുക്കൂടെ നല്ല ഒരു റോഡും. ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ വേറെ ഏത് സ്ഥലങ്ങളിലേക്ക് പോയാലും നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ കാണുന്നൊരു വിഷ്വലും. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം വളരെ സൂക്ഷിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും അനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഒരു കാരണം ഈ കാണുന്ന അടിക്കാടുകൾ തന്നെയാണ്. നമ്മളോടൊപ്പം ഇന്ന് ഈ യാത്രയ്ക്ക് വന്നേക്കുന്നത് രാജേഷ് ഏട്ടനും അതുപോലെ തന്നെ ഈ കാണുന്നൊരു ഫാമിലിയുമാണ്. അവർ കണ്ണൂരുകാരാണ് കേട്ടോ. അപ്പോൾ ജീപ്പ് എന്തായാലും നോക്കി നിന്നപ്പോഴത്തേക്കും അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ജീപ്പ് എടുത്തത്. നിങ്ങളിപ്പോൾ 1-2 പേരൊക്കെ ആയിട്ടാണ് ഇവിടെ സഫാരി എടുക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ കാണുന്ന ആളുകളുമായിട്ട് സംസാരിച്ച് 6 പേരെ തികയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സഫാരിയിലെ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ലക്ഷണമൊത്ത ഒരു കൊമ്പനാനയാണ്. നമ്മുടെ കമ്പനിക്കാട്ടിലെല്ലാം സാധാരണ കാണാറുള്ള പോലെ തന്നെ നല്ല വലിപ്പമുള്ള കൊമ്പുകളൊക്കെ ആയിട്ടാണ് ഈ ആന നിന്നിരുന്നത്. ഇത് ശരിക്കും ഒരു ചതുപ്പ് നിലമാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ആനകളെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലത്ത് അത്യാവശ്യം വെള്ളമുണ്ട്, അതുപോലെ തന്നെ ആനയ്ക്ക് കഴിക്കാനായിട്ടുള്ള നിറയെ പുല്ലുമുണ്ട്. അപ്പോൾ ഫുഡും വെള്ളവും എല്ലാം നല്ല രീതിയിൽ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ആനകൾ മിക്കപ്പോഴും വന്ന് നിൽക്കാറുമുണ്ട്. ഈ ആനകളുടെ കൊമ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ശരിക്കും പറഞ്ഞാൽ ഉളിപ്പല്ലുകളാണ് ഈ കാണുന്ന കൊമ്പുകളെന്ന് പറയുന്നത്. പല ആനകൾക്കും പല രീതിയിലുള്ള കൊമ്പുകളായിരിക്കും. മുട്ടിക്കൊമ്പ്, കീരിക്കൊമ്പ്, ചില്ലിക്കൊമ്പ്, അങ്ങനെ പല വെറൈറ്റി കൊമ്പുകളുണ്ട്. ഈ കൊമ്പുകളിൽ തന്നെ ഏറ്റവും കാണാനായിട്ട് ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ കവലക്കൊമ്പ് എന്ന് പറയുന്ന കൊമ്പുകളാണ്. 2 സൈഡിലേക്കും നല്ല ഭംഗിയിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന കൊമ്പുകൾ തന്നെയാണ് കവലക്കൊമ്പുകൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഈ ആനകളുടെ കൊമ്പുകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ ആനകളെ, അതായത് കൊമ്പനാനകളെ വേട്ടയാടിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കൊമ്പനാനകളെയാണ് ഈ കൊമ്പിന് വേണ്ടി കൊന്നൊടുക്കിയത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നല്ല രീതിയിൽ റേറ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ആനകളുടെ കൊമ്പെന്ന് പറയുന്നത്. ഇത്രയും ഡിമാൻഡുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ കാടിനകത്ത് പണ്ട് താമസിച്ചിരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഈ ആനവേട്ടയും അതുപോലെ ചന്ദനക്കടത്തൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അവർക്ക് ഫോറസ്റ്റിൽ തന്നെ ജോലി കൊടുത്ത് അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ ഫോറസ്റ്റ് വാച്ചർമാരായിട്ടെല്ലാം നിർത്തിയിട്ടുണ്ട്. നമ്മൾ അവരോടൊക്കെ ഈ ട്രെക്കിംഗ് എല്ലാം പോകുമ്പോൾ കഥകളെല്ലാം പറയുമ്പോൾ അവർ തന്നെ നമ്മളോട് ഇത് പറഞ്ഞു തരുന്ന കഥകളാണ് ഇതെല്ലാം. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലെ ചില ട്രെക്കിംഗ് വീഡിയോയിലെല്ലാം നമ്മൾ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ കഥകളെല്ലാം അതിൽ തന്നെ കിടക്കുന്നുമുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് കണ്ടോ. ഇനി ഇവിടുത്തെ സഫാരിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 4:30 വരെയാണ് ഇവിടുത്തെ സഫാരിയുടെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ജീപ്പിനും അതുപോലെ തന്നെ ബസ്സിനും ഇവിടെ സഫാരി പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബസ്സിനാണെങ്കിലും ജീപ്പിനാണെങ്കിലും ഏകദേശം ഒരേ എമൗണ്ട് തന്നെയാണ് ഒരാൾക്ക് വരുന്നത്. നമ്മൾ ബസ്സാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 300 തൊട്ട് 350 രൂപയാണ് നമുക്ക് ഒരാൾക്ക് വരുന്ന ചാർജ്. അതുപോലെ തന്നെ ജീപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 രൂപ വരെ ഒരാൾക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മിനിമം 4 പേരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീപ്പ് സഫാരി എടുക്കാൻ പറ്റൂ. അതല്ല ഇനി ഒറ്റയ്ക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഈ 4 പേരുടെ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഒറ്റയ്ക്കൊരു വണ്ടി എടുത്ത് പോകാനും പറ്റും. അതല്ല ഇനി ബസ്സിനാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബസ്സിലെ സീറ്റ് ഫില്ലായാൽ മാത്രമാണ് ഈ ഒരു സഫാരി സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ സീറ്റ് ഫില്ലാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വഴി ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങറ്റം വരെ നല്ല രീതിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഈ പോകുന്ന വഴിയുടെ 2 സൈഡിലായിട്ടും ഒരുപാട് യൂക്കാലിപ്റ്റസ് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വഴി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ മുത്തങ്ങ സഫാരി എടുത്ത് വരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെ വണ്ടി നിർത്തി ഈ ഒരു ഫ്രെയിം അവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ആക്കിയിട്ടാണ് വീണ്ടും മുന്നോട്ട് പോകാറുള്ളത്. എന്തായാലും ഈ ഒരു വഴി കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ആ ഒരു കൂട്ടമെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴേക്കും ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ഡ്രൈനെസ്സിനോട് കൂടുതലായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റത്തെ കിട്ടി. വേറൊന്നുമല്ല, ഈ കാണുന്ന കഴുകനാണ്. ശരിക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ആനിമൽസിൻ്റെയോ ബേർഡ്സിൻ്റെയോ ഒക്കെ ശവശരീരം കിടക്കുന്നുണ്ടെങ്കിൽ അത് കൊത്തി കഴിക്കുക എന്നുള്ളതാണ് ഈ കാണുന്ന കഴുകൻ്റെ ഒരു പ്രധാന തൊഴിലെന്ന് പറയുന്നത്. ശരിക്കും ഈ കഴുകനെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും മൈൻഡിലേക്ക് വരുന്നത് പണ്ട് കണ്ട ഒരു ചിത്രം തന്നെയാണ്. അതായത് ഒരു ഫോട്ടോഗ്രാഫറുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു ചിത്രം. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ആ ഒരു ചിത്രം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒരു ചിത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ക്ലിപ്പ് കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹനുമാൻ ലങ്കൂറാണ്. ഈ മുത്തങ്ങ ഫോറസ്റ്റിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന 2 ഐറ്റം എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ഹനുമാൻ ലങ്കൂറും അതുപോലെ മാനുകളുമാണ്. ഈ ഹനുമാൻ ലങ്കൂറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് തളിരിലകളാണ്. ഇതുപോലെ ഇലയെല്ലാം പൊഴിഞ്ഞ് രണ്ടാമത് ഇലകളെല്ലാം വന്നു തുടങ്ങുന്ന മരങ്ങളിൽ കയറി ഈ കാണുന്ന തളിരില പറിച്ച് തിന്നുന്നതാണ് ഇവരുടെ ഒരു പ്രധാന ഹോബി. ഇലകൾ മാത്രമല്ല, എന്തെങ്കിലും കായോ പഴമോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതും ഇവർ കഴിക്കാറുണ്ട്. ഈ ഒരു ഭാഗത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഒരുപാട് ചിതൽപുറ്റുകൾ കാണാൻ പറ്റും. ഈ ചിതൽപുറ്റുകളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കരടിയുടെ പ്രസൻസും വളരെ കൂടുതലാണ്. പക്ഷേ കരടിയെ പെട്ടെന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. കാരണം വണ്ടിയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി ആയതുകൊണ്ട് തന്നെ പരമാവധി ഇത് അകത്തേക്ക് മാറി നിൽക്കാനായിട്ടാണ് ചാൻസ് കൂടുതൽ. പിന്നെ കാടിനകത്ത് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചിതൽപുറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഭാഗത്തേക്ക് വരണം എന്നില്ല. അങ്ങനെ നമ്മൾ സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ റോഡിലേക്ക് വന്നെത്തി. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇനി പോയിട്ട് വേറെ ട്രിപ്പൊന്നും എടുക്കാനായിട്ട് ധൃതിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ അനിമൽസിനെല്ലാം നോക്കി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കൂട്ടം മാനുകളായിരുന്നു. ഈ മാനുകളല്ലാതെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് മയിലുകളും നടക്കുന്നുണ്ടായിരുന്നു. ഈ മാനുകളെയും മയിലുകളെയൊക്കെ കാണാനായിട്ട് നമ്മൾ ഇവിടെ പോയി സഫാരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല.
നമ്മൾ മുത്തങ്ങ ചെന്ന് നേരെ ബന്ദിപ്പൂർ റോഡിലൂടെ തന്നെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ പല അനിമൽസിനെയും നമുക്ക് കാണാൻ പറ്റും. ഈ മാനുകളും മയിലുകളും കുരങ്ങുകളും ഒക്കെ അല്ലാതെ ഭാഗ്യമുണ്ടെങ്കിൽ ആനയും കടുവയും കരടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അനിമൽസിനെ കാണാനാണ് നിങ്ങൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിരാവിലെയും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലും പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഉച്ച സമയത്ത് അത്യാവശ്യം വെയിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം അനിമൽസിനെ ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് ചാൻസ് കുറവായിരിക്കും. അങ്ങനെ മാനുകളുടെയും മയിലുകളുടെയും എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് സൈറ്റിങ് ഒരു കൂട്ടം ആനയാണ്. ശരിക്കും നമ്മൾ ഇതിനെയാണ് ഇത്രയും നേരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത്. നമ്മളൊരു യാത്രയിൽ ആനയെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരാനയെ മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാവില്ല. ഈ കാണുന്ന രീതിയിൽ ഒരു കൂട്ടം ആനയായിട്ട് കണ്ടാലാണ് ശരിക്കും നമുക്ക് ആ ഒരു യാത്ര ഒരു സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 10-12 ആന അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് നേരെ നമ്മുടെ സഫാരി പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.